വെൽക്കം ബാക്ക് ടു മെട്രോ മറിയം. സിൻഷൈൻ മ്യൂസിയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കാറ് ചെയ്ത് വൃത്തിയാക്കി പോകുന്നതിൻ്റെ തലേദിവസത്തെ വീഡിയോ ഇവിടെ ആദ്യം തന്നെ കാരണം ഇതെല്ലാം വെർട്ടിക്കൽ വീഡിയോ. സിൻഷൈൻ മ്യൂസിയത്തിലേക്കുള്ള വെർട്ടിക്കൽ വീഡിയോ ആണ്. കാരണം ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇത് എടുത്തിരുന്നത്. നല്ല കീറ എനിക്ക് വയ്യ കഴിഞ്ഞെടുക്കും. US ആണ് ചെയ്യുന്നല്ലേ. എനിക്ക് വളരെ സെക്കൻഡ് ഞാൻ സറൗണ്ടിങ്സ് ഒന്ന് എടുക്കട്ടെ. റിഗിൽ യൂസ് ചെയ്യുന്ന ജനറേറ്ററിൻ്റെ എഞ്ചിനാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. ഏകദേശം അതേ മോഡൽ, പക്ഷേ ഡീസൽ എഞ്ചിനാണോ, ഡിട്രോയിറ്റ് ഡീസൽ കേട്ടോ. ഒക്കെ പണിയാണ് ചെയ്യുന്നത്. ടർബോ ടർബോയുടെയൊക്കെ ആ ഒരു ഇതുണ്ടോ പണിയാ, സൂപ്പറായിട്ട് പണി വെച്ചിരിക്കുകയാണ്. പ്രോട്ടോടൈപ്പ് അടിപൊളി വണ്ടി ഉണ്ടോ. ഇനി ടയർ മേടിക്കണമെങ്കിൽ നമ്മൾ ഐഗോ വയ്ക്കേണ്ടി വരും. 2 ടർബോ ചാർജർ, അതും സൂപ്പർ ചാർജറാട്ടോ കേട്ടോ. മതി ടർബോ സൂപ്പർ ചാർജറേ. ഡിട്രോയിറ്റ് നന്നായിട്ടുണ്ട്. ങ്ങളുടെ ചാകരയാണ് എൻ്റെ കൂടെ ഉള്ളത്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇലക്ട്രോ മറൈൻ മാനിയ എല്ലാ തരത്തിലുമുള്ള ടെക്നോളജീസും ഇതിനകത്ത് റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്ലെയിൻ്റെയൊക്കെ മുൻഭാഗങ്ങളാണ് ഈ ഇരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഇങ്ങനെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് എല്ലാം ചെയ്യുക. പ്ലെയിൻസിൻ്റെയൊക്കെ വളരെ കാർസിൻ്റെ അങ്ങനെ എല്ലാ തരത്തിലുള്ള വീഡിയോകളുമാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് രാജ്യങ്ങൾ സർവീസിൽ ഇരുന്ന ഒരു ഹൈലസ്റ്റ് പ്ലെയിനാണ്. കോൺകോഡ് എന്നാണ് ഇതിൻ്റെ പേര്. സൂപ്പർസോണിക് വിമാനമാണ് കേട്ടോ. കോൺകോഡ് എയർ ഫ്രാൻസിൻ്റെ ആയിരുന്നു. 4 മണിക്കൂർ കൊണ്ട് US ലണ്ടൻ പറന്ന ഫ്ലൈറ്റാണ് കേട്ടോ. സൂപ്പറാണ് കേട്ടോ. ഇതിനകത്തോട്ട് കയറാനുള്ളൊരു പരിപാടിയാണ്. അവിടെ ഒരു കോൺകോഡുണ്ട്. ഇതിന് വലിയ ഫ്ലാപ്സൊന്നും ഇല്ല. ഇതൊരു മോട്ടിന് കണക്കാണ് ഇരിക്കുന്നത്. ബാക്കിൽ കൊച്ചു ഫ്ലാപ്പ് ഉണ്ട്. എഞ്ചിൻ 4 എണ്ണം ഉണ്ടോ, 4 എഞ്ചിനുണ്ട്. കറക്റ്റായിട്ടൊരു ജാക്കിലത് വെച്ചിരിക്കുകയാണ്. ഉറപ്പിച്ചു വലിയ ഫ്ലൈറ്റ് ആട്ടോ. അതാകുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ചില്ലായിട്ടിരിക്കുന്നുണ്ട്. സൂപ്പർ സീറ്റല്ലേ. അടിപൊളിയല്ലേ, നന്നായിട്ട് ചെയ്തല്ലേ. എമർജൻസി കിട്ടുമോ? എയർ ഹോസ്റ്റസിന് ഇരിക്കാനുള്ള സെറ്റാണ് തോന്നുന്നു. ഫ്ലൈറ്റ് വലിയ ഫ്ലൈറ്റാണ്. സെറ്റല്ലേ? നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇറങ്ങാൻ പറ്റത്തില്ല, ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സലി യോ 2 സൈഡിലും കറക്റ്റായിട്ട് പറയാം സ്പേസ് ഇല്ല. ഇറങ്ങണം. 2 സീറ്റാണ് മനസ്സിലായി. കോഴിക്കോടിലെ ലാസ്റ്റ് പീസിലേക്ക് നമുക്ക് പോകാതെ ഡോർ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നു. ഡോറുണ്ടോ, വളരെ വീതി കുറവാണ് കേട്ടോ. ഇതാണ് കോക്പിറ്റ് കേട്ടോ. ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ അങ്ങോട്ട് നമുക്ക് ആരെങ്കിലും കയറാൻ പറ്റില്ല. ഇവിടെ വെച്ചാൽ ലോക്ക് ചെയ്യുന്നില്ല. കോക്പിറ്റേ ഇതാണ് കേട്ടോ. വിമാനത്തിൻ്റെ കൺട്രോൾസുകൾ ഉണ്ടാക്കും.
കോൺകോട് വിമാനത്തിൻ്റെ ഉള്ളിലെ ബട്ടൺസിൻ്റെ അളവ് കണ്ടോ നിങ്ങൾ. ഇതിനകത്ത് 2 പൈലറ്റും 2 കോ പൈലറ്റ്സ് ഇത് വേണം വണ്ടി ഫ്ലൈറ്റ് ഓടിക്കാൻ. പിന്നെ 2 എഞ്ചിനീയർമാരും എല്ലാവരും ചേർന്നുള്ള ടീമാണ് പാനലായി കോൺകോട് ഫ്ലൈറ്റ് ഓടിക്കും. ഇതിനകത്തുള്ള സ്വിച്ചിൻ്റെ മൊഡ്യൂൾസിൻ്റെ ഒക്കെ കണ്ടോ, സെൻസേഴ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ആംപ്ലിഫയേഴ്സും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ എല്ലാ മൊഡ്യൂൾസുകളും ബാറ്ററി ബാക്സും വേറെ എല്ലാം കൂടി ചേർന്ന് കൺട്രോൾ പ്രൊട്ടക്ഷൻ യൂണിറ്റ്സ് എല്ലാം കൂടി എല്ലാ നാവിഗേഷൻ എക്യുപ്മെൻസും കൂടി ചേർത്തുള്ള ഒരു ഭയങ്കര യൂണിറ്റ്. സൂപ്പർ അല്ലേ കോഴിക്കോട് വിമാനത്തിൻ്റെ ഉൽപ്പാദനം. ഇവിടെ ഉണ്ട് കേട്ടോ സീറ്റ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് FB ഒഫീഷ്യൽ നമ്പറുള്ള ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. കേട്ടോ എന്താ പ്രൊട്ടക്ഷൻ ഉണ്ടോ. നമ്മളങ്ങനെ വീഡിയോ എടുത്തോ. നമ്മളങ്ങനെ കയറിയ നമ്മളുടെ കോഴിക്കോടിൽ നിന്ന് വിട പറയുകയാണ്. വളരെ മനോഹരമായിരുന്നു. ബൈ ബൈ. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഒരുപാട് കാറുകളുടെയും മറ്റു ടാങ്കുകളുടെയും എല്ലാം അടങ്ങുന്ന ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ ഭാഗങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ പോലും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്തത്. ഓക്കെ, നിങ്ങളെല്ലാവരും അത് കണ്ടു കഴിഞ്ഞു അല്ലെങ്കിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ലിങ്ക് താഴെ ഞാൻ കൊടുത്തിരിക്കാം. ഓക്കെ, വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ജർമ്മൻ മലയാളി വ്ലോഗ്സ് അഥവാ